ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് പണിയെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കറിയും കുറച്ച് ചോറെല്ലാം ഉണ്ട്. നാളത്തേക്ക് വെള്ളയപ്പത്തിന് അരി അരക്കാനും ഉണ്ട്, പിന്നെ മീൻ മേടിച്ചിട്ടുണ്ട് നങ്ക്, അപ്പം അത് കറിയാക്കാനെല്ലാം ഉണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഈസ്റ്റും ഇട്ട് പഞ്ചസാര ഇട്ട് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നു. ആദ്യം തന്നെ കലക്കിയിട്ട് വെക്കുന്നുണ്ട്, മാവിന് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ലോണം പുളിച്ച് കിട്ടും. നല്ലോണം ഇളക്കിയിട്ട് വെക്കുന്നുണ്ട് ഞാൻ ഗ്ലാസ്സിൽ. ഇനിയിപ്പം അതങ്ങ് മാറ്റി വെക്കാം. ജാറിലേക്ക് ഞാൻ പച്ചരി കഴുകിയിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇടണം. ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരക്കലാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചിട്ടെടുത്തേക്കാം. ചിലവർ ഈസ്റ്റ് ഉപയോഗിക്കാണ്ട് കള്ളെല്ലാം ഉപയോഗിച്ചിട്ട് ഇതുപോലെ അരച്ചിട്ട് വെക്കലുണ്ട്. അപ്പം നല്ലോണം പുളിച്ച് കിട്ടലുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യൽ. ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെക്കാം. ജാറിലെ ബാക്കി മാവെല്ലാം ഇനി തുടച്ചിട്ട് പാത്രത്തിലാക്കിയ ശേഷം നേരത്തെ നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കൂടി കലക്കിയ വെള്ളം ഈ മാവിലേക്ക് ഒഴിച്ച് വെക്കും. അപ്പോൾ അതിൽ കുറച്ചും കൂടി പഞ്ചസാര ഉണ്ടായിന് ഗ്ലാസ്സിൽ. അപ്പോൾ അതും കൂടി ഞാൻ കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ജാറിലൊന്ന് കറക്കിയെടുത്ത ശേഷം മാവിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പൊത്തി വെക്കാം നമുക്ക്. ഇനിയിപ്പം അടുത്ത പണിയെന്ന് വെച്ചാൽ മീൻ മുറിച്ച് കഴുകിയിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കറിക്ക് വേണ്ടിയിട്ട്. മീനും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മീൻ കറി നമുക്ക് വെക്കാൻ തുടങ്ങാം. അപ്പം പാത്രം വെച്ച് ചൂടായ ശേഷം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം പൊന്നൂസിന് ഒരു പപ്പടം കൂടി അതിൻ്റെ ഇടയിൽ വറുത്തെടുക്കുന്നുണ്ട് എണ്ണയിൽ തന്നെ. എന്നിട്ട് അതിൽ ഉള്ളി എല്ലാം ഇട്ട് ആദ്യം വാട്ടിയിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് വാട്ടിയ ശേഷം ഞാൻ തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് പൊടികളെല്ലാം ചേർക്കൽ. അപ്പം നല്ലോണം വാട്ടിയെടുത്ത ശേഷം ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. പക്ഷെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് പുളിയും ഇട്ടിട്ട് അത് പതച്ച ശേഷം മീനിട്ടിട്ട് വേവിച്ചെടുക്കലാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ മീൻകറി വെക്കലേ. ഓരോരാളും ഓരോ രീതിയിൽ വെക്കുന്നവരുണ്ടാവുമായിരിക്കും. ഞാൻ തേങ്ങ ഒന്നും അരക്കാണ്ടാണ് മീൻകറി വെക്കുന്നത്. പൊടിയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം വാടിയ ശേഷം വെള്ളം ഒഴിച്ചിട്ട് പതപ്പിച്ചെടുക്കും. അതെല്ലാം പതച്ച് വന്നിട്ടുണ്ട്. ആ പുള്ളിയും തക്കാളിയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വെന്തിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിടാം. നല്ലോണം പതച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് കരയ്ക്കാൻ മീനും കൂടി ഇതിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കയ്യിലൊന്ന് ഇട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം കുറച്ച് പാത്രങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ വടിക്കാനുണ്ടായിന്. അപ്പം ആ കറി വേകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളെല്ലാം വടിച്ചിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കറിയെല്ലാം ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് പൊന്നൂസിന് ചോറ് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ചോറും എടുത്തിട്ടുണ്ട് പൊന്നൂസിന്. പിന്നെ രാവിലെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ സാമ്പാർ കറി കുറച്ചെടുത്തു. പിന്നെ മീൻ കറിയുമാണ് കുഞ്ഞിക്ക് കൊടുക്കുന്നത്. അപ്പം നങ്ക് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ തിന്നാൻ വേണ്ടിയിട്ട് മീൻ. അപ്പോൾ 2-3 കൊടുക്കലുണ്ട്. മോൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തിന്നും. മീൻ കറി എടുത്തിട്ടുണ്ട്. കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തു. പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പടം അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ അതും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊന്നൂസിന് ചോറ് കൊടുത്താലോ. മോളോട് കുറച്ച് സമയം വർത്താനം പറഞ്ഞ് കളിപ്പിച്ചിട്ടെല്ലാം ശേഷം ഞാൻ ചോറ് കൊടുക്കലും. അപ്പം ഞാൻ പൊന്നൂസിന് ചോറ് കൊടുക്കട്ടെ. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്കും ചോറ് ഉണ്ണാൻ. ഇതിപ്പം അതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ്. പല്ലെല്ലാം തേച്ച് മുഖമെല്ലാം കഴുകിയതാണ്, മുഖമെല്ലാം തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായ തിളച്ച ശേഷം പൊടിയെല്ലാം ഇട്ടിട്ട് ചായ ഇപ്പോൾ പൊടിയിലിട്ട ശേഷം തിളച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കും. ചായ എടുത്ത് കുടിക്കുക വെച്ചാൽ ചായ എടുത്തിട്ട് അങ്ങ് മാറ്റി വെക്കും. അപ്പോൾ അത് തണിയുമ്പോഴത്തേക്കും
കുറച്ച് പണികളെല്ലാം എൻ്റെ ഒതുങ്ങും. അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് തന്നെ പണിയെല്ലാം എടുക്കും. ചായ വാങ്ങിയ ശേഷം ഞാൻ പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിന് വെച്ചിട്ടുണ്ട്. ജാറിൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ വെച്ച നങ്കറിക്ക് കുറച്ച് അരച്ച് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട്. മുളക് കറി ആയതുകൊണ്ട് വെള്ളയപ്പത്തിന് കൂട്ടാൻ കഴിയാത്തതുകൊണ്ട് തേങ്ങ അരച്ചിട്ട് ഞാൻ പതപ്പിച്ചിട്ട് കറിയേണ്ടത് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ചോറിന് വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ചോറിന് അരിയിതാ ഞാൻ കലത്തിൽ അരിയിട്ട് കഴുകിയ ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് ഒരുമിച്ച് വേവിക്കാൻ വെക്കലാണ്. അപ്പോൾ കറണ്ട് അടുപ്പിലാണെന്നതാ എൻ്റെ പാചകമെല്ലാം. ഗ്യാസും അത്യാവശ്യം ഉപയോഗിക്കും. അപ്പോൾ ചോറിനെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം ഇവിടെ ആയിക്കോളും. അപ്പം അതിൻ്റെ മൂടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇന്നലെ അരച്ച മാവിൻ്റെതാണ് നോക്കേണ്ടത്. മാവെല്ലാം പുളിച്ചിട്ട് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാവെല്ലാം സൈഡത്തെ ആയതെല്ലാം അതിലേക്കാക്കിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെള്ളയപ്പം ചുട്ടെടുത്താലോ? ഗ്യാസിൻ്റെ മേലത്തെ പാത്രമെല്ലാം വെച്ചിട്ടുണ്ട്. വെള്ളയപ്പത്തിൻ്റെ നല്ല ചൂടായ ശേഷം ഇതാ ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ഞാനൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. വെള്ളയപ്പം നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട്. അധികം കനത്തിൽ ഞാൻ ഒഴിച്ചിട്ടില്ല. പക്ഷെ നടുവിൽ കുറച്ച് വേവാൻ ചില സമയത്ത് വേവലുണ്ടാവില്ല. അതുകൊണ്ട് ഒരു കയ്യിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് ഒന്ന് കുമിള വരുന്ന സമയത്ത് പൊത്തി വെക്കലാണ് മൂടി. അങ്ങനെയാണ് ഞാൻ ആക്കലേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. വെള്ളയപ്പം നല്ല വൃത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വൃത്തി കിട്ടും. ഞാൻ ചില സമയത്ത് തേങ്ങ അങ്ങനെ ഉപയോഗിക്കാണ്ടും ആക്കലുണ്ട്. തേങ്ങ കുറച്ച് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നല്ല വൃത്തി കിട്ടും. തേങ്ങ ഇല്ലാണ്ടും കിട്ടലുണ്ട്. അപ്പം ഞാൻ പൊന്നൂസിന് വേഗം തന്നെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പാലും കാച്ചി എടുത്തിട്ടുണ്ട്. മീൻകറിയും വെള്ളയപ്പം കൂടി എടുത്തിട്ടുണ്ട്. മുഖം തിന്നാൻ വേണ്ടിയിട്ട്. മോളെ എണീച്ച് പല്ലെല്ലാം തേപ്പിച്ച് മുഖമെല്ലാം കഴുകിയിട്ട് തിന്നാൻ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പൊന്നൂസിന് തിന്നാൻ കൊടുക്കട്ടെ. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.